ഇതിനകത്തൊരു അവ്യക്തതയുള്ളത് ഈ ഘട്ടത്തിലാണ്. ആ സമയത്ത് റവന്യൂ വകുപ്പിന് പറയാം ഔദ്യോഗികമായി പരാതികൾ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ വിവരം ADMന്റെ ഈ സന്ദർശന വിവരം ADM പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം കളക്ടർ അരുൺ വിജയൻ ആ ദിവസം തന്നെ ക്യാമ്പ് ഓഫീസിലെത്തി റവന്യൂ വകുപ്പ് മന്ത്രി അറിയിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഈ മൊഴിപ്പകർപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത്. കുറ്റപത്രത്തിന്റെ പൂർണ്ണ രൂപമാണ്. അതിന് രണ്ടാം ഘട്ടത്തിലേക്ക് നമുക്ക് വരാം. ആദ്യഘട്ടത്തിൽ അരുൺ വിജയൻ ആദ്യഘട്ടം മുതലേ എടുത്തിരുന്ന നിലപാടാണ് ഇവിടെയും ആവർത്തിക്കുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഉറപ്പായും അരുൺ, തുടക്കം മുതൽ തന്നെ PP ദിവ്യയോടൊപ്പമോ PP ദിവ്യയ്ക്ക് മുകളിലോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആളാണ് അന്നത്തെ കളക്ടർ അരുൺ കെ വിജയൻ എന്ന കാര്യം ഉറപ്പാണ്. അരുൺ കെ വിജയൻ്റെ പൂർണ്ണമായ മൊഴി ഇന്ന് പുറത്തു വരുമ്പോൾ ചില കാര്യങ്ങൾ കൂടി അതിൽ വ്യക്തത വരാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ആ പരിപാടി ഔദ്യോഗികമായ പരിപാടിയായിരുന്നില്ല. ആ പരിപാടിയിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കാതെ കടന്നു വരുമ്പോൾ തടയാനുള്ള ഉത്തരവാദിത്തം, ബാധ്യത അത് കണ്ണൂർ ജില്ലാ കളക്ടർക്കുണ്ടായിരുന്നു. കാരണം കണ്ണൂർ ജില്ലാ കളക്ടർ നേരത്തെ തന്നെ ഈ സംഭവം അറിയുന്നുണ്ട്. നവീൻ ബാബുവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടെന്നും ആ പ്രശ്നം യോഗത്തിൽ വന്ന് പ്രസംഗിക്കും എന്ന് PP ദിവ്യ പറഞ്ഞതായി പലതവണ കണ്ണൂർ ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിരുത്സാഹപ്പെടുത്തേണ്ടതായിരുന്നു. അന്ന് ആ യോഗത്തിലേക്ക് വന്ന് സംസാരിച്ചു, ശരി, അവിടെ വരെ കഴിഞ്ഞു. ആ സമയത്തെങ്കിലും കണ്ണൂർ ജില്ലാ കളക്ടർക്ക് തൻ്റെ ഒരു ഉത്തരവാദിത്തം അവിടെ നിറവേറ്റാമായിരുന്നു. PP ദിവ്യ ഈ പറയുന്ന രീതിയിൽ, അതായത് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തി തിരിച്ചു പോകുമ്പോഴെങ്കിലും പറയാമായിരുന്നു PP ദിവ്യ പറഞ്ഞത് എന്റെയോ ജില്ലാ ഭരണകൂടത്തിന്റെയോ ഇവിടുത്തെ റവന്യൂ ജീവനക്കാരുടെയോ അഭിപ്രായമല്ല, നമുക്ക് നവീൻ ബാബുവിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്ന് അവിടെ കളക്ടർ പറഞ്ഞിരുന്നുവെങ്കിൽ അരുൺ, ഒരുപക്ഷെ നവീൻ ബാബു അത് ചെയ്യില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു റിപ്പോർട്ടറാണ് ഞാൻ. ഈ കേസ് കുറെ കാലമായി നമ്മൾ പഠിക്കുന്നു എന്നുള്ളത്. ഒരു പ്രധാന വിഷയമുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കളക്ടറുടെ മൊഴി തുടർന്നുള്ള വിചാരണാ വേളയിൽ PP ദിവ്യയ്ക്ക് സഹായമാവില്ലേ? കാരണം ഈ എന്താണോ PP ദിവ്യ ആ സമ്മേളന വേദിയിൽ വെച്ച് പറഞ്ഞത്, ആ സമ്മേളന വേദിയിൽ വെച്ച് പറഞ്ഞ അതേ കാര്യങ്ങൾ ഈ ADM കളക്ടറോട് സമ്മതിച്ചുവെന്നും ആ ഒരു തെറ്റുപറ്റി എന്ന് പറയുന്നു എന്നുള്ളതും അവരുടെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞതും ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ വിചാരണാ വേളയിലൊക്കെ PP ദിവ്യയ്ക്ക് ഒരു പഴുതായിട്ട് മാറില്ലേ? ഈ കുറ്റപത്രത്തിലെ തന്നെ ഒരു വൈരുദ്ധ്യമായിട്ടത് മാറും. കാര്യം കുറ്റപത്രത്തിൽ PP ദിവ്യ തന്നെയാണ് ഈ ആത്മഹത്യയ്ക്ക് ഉത്തരവാദി, അതിൻ്റെ പ്രചോദനം PP ദിവ്യയാണെന്ന് പറയുമ്പോഴും ഈ ഭാഗത്ത് കളക്ടർ മന്ത്രിയെ തന്നെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നുള്ള മൊഴിയാണ് വരുന്നത്. ആ തെളിവ് ഒരു പ്രധാന തെളിവായിട്ട് മാറില്ലേ? പക്ഷെ അരുൺ, അത് ഞാൻ നേരെ തിരിച്ചാണ് കാണുന്നത്. കാരണം മൊഴികൾ ഓരോ വ്യക്തികളും കൊടുക്കുന്നതാണ്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനം അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലാണ്. അന്വേഷണ സംഘം ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്നത് മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല. അതിൽ ശാസ്ത്രീയമായ തെളിവുകളുണ്ട്, മറ്റ് സാഹചര്യ തെളിവുകളുണ്ട്. എല്ലാം ചേർത്ത് മൊഴിയും കൂടി ചേരുമ്പോഴാണ് കുറ്റപത്രമായി മാറുന്നത്. ഇനി നമുക്ക് ആ കുറ്റപത്രത്തിന്റെ കണ്ടെത്തലിലേക്ക് വരാം അരുൺ. അതായത് പ്രശാന്തിന്റെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ഫയൽ, ആ ഫയലിൽ ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ല. നമ്മൾ ഓർക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. ഈ 2 പോയിന്റുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. ഈ കണ്ടെത്തൽ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് ഉണ്ടായത്. അരുൺ, പ്രധാനപ്പെട്ട കാര്യം, അതിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങണമെങ്കിൽ ആ ഫയൽ വെച്ച് താമസിപ്പിക്കണമായിരുന്നു. ഫയൽ വെച്ച് താമസിപ്പിക്കാത്ത ഒരു കേസിൽ എന്തിനാണ് ഒരാൾ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കുന്നത്? കൈക്കൂലി കൊടുക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, കൈക്കൂലി കൊടുത്തതായി കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുമില്ല. തീർന്നില്ല അരുൺ. ഇതിൽ PP ദിവ്യ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പ്രസംഗം നടത്തിയതിനു ശേഷം PP ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഭരണവുമായി ചേർന്ന് നിൽക്കുന്നവരും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു എന്നതിൻ്റെ തെളിവുകളാണ് കൂടുതലുള്ളത്. ഇതിലിപ്പോൾ കളക്ടർ പറഞ്ഞ ചില വാദങ്ങൾ നമുക്കിപ്പോൾ തന്നെ ഖണ്ഡിക്കാൻ കഴിയും. അതിലൊന്ന് അരുൺ, PP ദിവ്യ നേരത്തെ തന്നെ നവീൻ ബാബുവിന് എതിരായി പരാതി കൊടുത്തതായി PP ദിവ്യ തന്നോട് പറഞ്ഞു എന്ന് കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. അരുൺ, ആ പരാതി എവിടെ? ആ പരാതി എവിടെ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടേ ഇല്ല എന്ന് വിജിലൻസ് പറയുന്നു. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ല് പറയുന്നു. അങ്ങനെയെങ്കിൽ PP ദിവ്യ കളവായി ഒരു കാര്യം കളക്ടറോട് പറഞ്ഞു, അതല്ലെങ്കിൽ
PP ദിവ്യ പറയാത്ത കാര്യം കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്ന ശരി. അരുൺ കെ വിജയൻ പറഞ്ഞു ഓക്കെ എന്നുള്ളതാണ്. പ്രസാദ്, നമുക്ക് ഒരു കാര്യം- അനിൽ കൂടി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. നമുക്ക് അനിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കുറ്റപത്രത്തിന്റെ ഈ ആദ്യ ഭാഗത്തുള്ള കളക്ടറുടെ മൊഴി. ആ കളക്ടറുടെ മൊഴി, പ്രത്യേകിച്ച് കളക്ടർ എന്ന് പറയുന്നത് നിലവിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയാണ്. അപ്പോൾ കളക്ടറുടെ മൊഴി ആധികാരികമായി തന്നെ കോടതി എടുക്കും. അങ്ങനെ വന്നാൽ PP ദിവ്യയെ പറഞ്ഞ കാര്യത്തെ സാധൂകരിക്കുന്നതാണ് എന്ന മട്ടിലാണ് കുറ്റപത്രത്തിന്റെ ആദ്യ ഭാഗം വരുന്നത്. എന്നാൽ കുറ്റപത്രത്തിന്റെ ഒടുവിൽ ഈ പ്രതിയായി ചേർത്തിരിക്കുന്നത് PP ദിവ്യയുമാണ്. ഒരുപക്ഷെ അതാണ് ഞാൻ ചോദിച്ചത് TV പ്രസാദ്, PP ദിവ്യയ്ക്ക് രക്ഷപ്പെടുന്ന വിധത്തിലുള്ളൊരു മൊഴിയായിട്ട് അത് മാറില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം അത് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരാളല്ല, പറഞ്ഞിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്, കളക്ടറാണ്. കളക്ടറുടെ ചേംബറിൽ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല, റവന്യൂ വകുപ്പ് മന്ത്രി ഇക്കാര്യം ധരിപ്പിച്ചു എന്നുകൂടിയാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടു കാര്യങ്ങൾ, PP ദിവ്യ എന്ത് ആരോപണം ഉന്നയിച്ചോ ആ ആരോപണത്തിന് സാധുത നൽകുന്ന ഒരു കാര്യം, തന്നോട് പറഞ്ഞു എന്ന് പറയുന്ന മൊഴി, ഈ വിചാരണാ വേളയിൽ PP ദിവ്യയുടെ അഭിഭാഷകൻ ഉയർത്താൻ പറ്റുന്നതല്ലേ? കാര്യം ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? കളക്ടറാണ്. കളക്ടർ കൊടുത്തിരിക്കുന്ന മൊഴിയെ നിങ്ങൾക്ക് ആ ഘട്ടത്തിൽ അവിശ്വസിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. TV പ്രസാദ് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പരാതി നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയെന്നൊരു ചോദ്യം നിൽക്കുന്നു. പക്ഷേ പ്രശ്നം, നവീൻ ബാബു ഇതിനു ശേഷം തന്നോട് വന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുന്ന മൊഴി PP ദിവ്യയ്ക്ക് അനുകൂലമാകുമോ വിചാരണ വേളയിൽ എന്നതാണ് എൻ്റെ ചോദ്യം. അരുൺ, PP ദിവ്യക്ക് അനുകൂലമാകാൻ സാധ്യതയുള്ള ഏക മൊഴി അത് ജില്ലാ കളക്ടറുടേത് മാത്രമാണ്. അരുൺ, ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. PP ദിവ്യയെ പോലെയോ PP ദിവ്യയ്ക്ക് മുകളിലോ നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയാണ് കണ്ണൂർ ജില്ലാ കളക്ടർ എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം വിശ്വസിക്കുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് എതിർപ്പുയർത്തിയിട്ടും എന്തുകൊണ്ട് ആ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചു? എന്തുകൊണ്ട് അവരെത്തുന്നതിന് മുമ്പ് ധൃതിപ്പെട്ട് ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി? ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് അരുൺ. എന്തുകൊണ്ട് പ്രശാന്ത് ഈ കേസിൽ പ്രതിയായില്ല? എന്തുകൊണ്ട് പ്രശാന്തിനെ പ്രതി ചേർത്ത് ഈ കേസ് അന്വേഷിക്കണം എന്ന് പറയുന്ന കുടുംബത്തിന്റെ ആവശ്യം കേരള പോലീസ് തള്ളി? ഒരു കാര്യം ഉറപ്പാണ് അരുൺ, PP ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ CPIM-ഉം സർക്കാരും ഈ പറയുന്ന കലക്ടറും ഇടപെട്ടു എന്ന് ബന്ധുക്കൾ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് നാട്ടുകാർ സംശയിച്ചാൽ അതിനെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം